കേട്ടാ. അപ്പൊ ഇന്ന് നമ്മള് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രഹ്മദേവന് പറ്റിയ ഒരു അമളി. എന്താണ്? ബ്രഹ്മദേവന് ഒരു അമളി പറ്റി. ബ്രഹ്മദേവനാണെന്ന് മനസ്സിലായില്ലേ? ദേവകളുടെ ഇടയിലുള്ളതാണ് ബ്രഹ്മാവ്. ദേവകൾക്കും മരണമുണ്ട്, ബ്രഹ്മാവിനും മരണമുണ്ട് എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. അപ്പൊ ഈ ബ്രഹ്മാവിന് എന്താ? ബ്രഹ്മാവിനെ ഭഗവാനെ തപ ചെയ്യാൻ പറഞ്ഞു, തപസ് ചെയ്യാൻ പറഞ്ഞു, സൃഷ്ടിയുടെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തതൊക്കെയല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ് ക്ലാസ്സിൽ, ഓർമ്മല്ലേ? സൃഷ്ടിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തു. സൃഷ്ടിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോ എന്താ സംഭവിച്ചത്? നമുക്കിങ്ങനെ കുറെ അറിവുകൾ വരുമ്പോ ചില ആൾക്കാർക്ക്, നമ്മളെ കുട്ടികൾക്കല്ല, ചില ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു പൊട്ട സ്വഭാവം ഉണ്ട്. എന്താ അതെന്നറിയോ? അഹങ്കാരം തലക്കി പിടിക്കും. എനിക്കെല്ലാം അറിയാലോ എന്നുള്ളൊരു അഹങ്കാരം. കേട്ടാ, ശ്രദ്ധിക്കണ്ട പറയണത്. അപ്പൊ അങ്ങനെ ഒരു അഹങ്കാരം ആർക്ക് തലക്കി പിടിച്ചു? നമ്മുടെ ബ്രഹ്മാവിന് തലക്കി പിടിച്ചു. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, ഇത്ര അഹങ്കാരം പാടില്ല. നല്ലൊരു ഭക്തനായത് കൊണ്ടല്ലേ ഞാന് ഇവർക്ക് എന്താ പറയാ, നമ്മുടെ ബ്രഹ്മാവിന് ഇത്ര നല്ല സ്ഥാനം കൊടുത്ത്, ഇത്ര നല്ല പദവിയൊക്കെ കൊടുത്തത് നല്ലൊരു ഭക്തനായിരുന്നോണ്ടല്ലേ. അപ്പൊ ഈ നല്ലൊരു ഭക്തന് ഒരിക്കലും അഹങ്കാരം വരാൻ പാടില്ലല്ലോ. അപ്പോ ഭഗവാൻ വിചാരിച്ചു, എന്തായാലും ഈ ബ്രഹ്മദേവന്റെ ഈ അഹങ്കാരം ഒന്ന് ഒതുക്കണം എന്ന്. 2 സ്ഥലങ്ങളിൽ അഹങ്കാരം ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സ്ഥലത്തിന്റെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ആദ്യത്തെ സ്ഥലത്ത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ബ്രഹ്മദേവര് നമ്മുടെ ഭഗവാനെ കാണാൻ വേണ്ടി ദ്വാരകയിലേക്ക് പോവായിരുന്നു. അപ്പൊ ദ്വാരകയിലേക്ക് പോയിട്ട് അവിടെ നല്ല രാജാവായിട്ടാണ് ഭഗവാൻ വാഴണമെന്ന് എല്ലാവർക്കും അറിയാം. വൃന്ദാവനത്തിലുള്ള ഉണ്ണിക്കണ്ണനല്ല ദ്വാരകയിൽ, അവിടെ രാജാവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ പോയപ്പോ പുറത്ത് രാജാവല്ലേ, അപ്പൊ ആര് വരികയാണെങ്കിലും പുറത്ത് 2 നമ്മൾ പറയണ പോലെ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയണ പോലെ 2 ദ്വാരപാലകരുണ്ടായിരിക്കും. അപ്പൊ ദ്വാരപാലകരുടെ അടുത്ത് പറഞ്ഞു, ദേ ബ്രഹ്മാവ് വന്നു എന്നൊന്ന് പറഞ്ഞോളൂ ഭഗവാനോട്. ഭഗവാൻ അറിയാം, അങ്ങനെ പറഞ്ഞാൽ മതി. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ തന്നെ എന്നെ കുറിച്ചൊക്കെ എല്ലാം അറിയാം ഭഗവാന്. ഞാൻ ഒരു വലിയ സംഭവമാണ്, ഞാൻ ഈ ക്രിയേഷനൊക്കെ ചെയ്യുന്ന ആളാണ് എന്നുള്ള നിലയ്ക്ക് ബ്രഹ്മാവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞോളൂ. നേരെ പോയിട്ട്, ആരോ അൺമ്യൂട്ട് ആക്കിട്ടോ, മ്യൂട്ടിലിരിക്കരുത്, ബാക്കിയുള്ളവർക്ക് കേൾക്കില്ല. അപ്പൊ ബ്രഹ്മാവ് പോയിട്ട് പറയും, അല്ല ദ്വാരപാലകര് പോയിട്ട് പറയും, ഒരു മിനിറ്റ്, ആരാണ് അൺമ്യൂട്ട് ആക്കി വെക്കല്ലേ ഒരാള് പോലും. അപ്പൊ സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്കൊക്കെ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, ഓക്കെ. അപ്പോ ബ്രഹ്മാവ് പറഞ്ഞ എന്റെ പേര് പറഞ്ഞാണ്ട് അറിഞ്ഞോളും ഭഗവാനെ, ഞാനൊക്കെ ഭഗവാന്റെ ഭയങ്കര അടുത്തുള്ള ആളാന്നുള്ള നിലയിൽ സംസാരിച്ചു. അങ്ങനെ അകത്ത് പോയിട്ട് ദ്വാരപാലകര് പറഞ്ഞു, ബ്രഹ്മാവ് കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ചോദിച്ചു, ഏത് ബ്രഹ്മാവ്? ഏത് ബ്രഹ്മാവ് എന്ന് ചോദിച്ചപ്പോ അതിന്റെ അർത്ഥം എന്താ? ഭഗവാന് ബ്രഹ്മാവിനെ അറിയില്ല എന്നല്ല, ഒന്നിൽ കൂടുതൽ ബ്രഹ്മാവ് ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ബ്രഹ്മാവിനോട് തിരിച്ചു വന്ന ദ്വാരപാലകര് പറഞ്ഞു, ഏത് ബ്രഹ്മാവ് എന്ന് ചോദിക്കുന്നുണ്ട് ഭഗവാൻ. എന്താ പറയണ്ട്? ആദ്യം വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത്, എന്നെ പറഞ്ഞ അറിയുന്നൊക്കെ. പക്ഷെ ഭഗവാൻ നേരെ പറഞ്ഞത് ഏത് ബ്രഹ്മാവാന്ന്. ഇതങ്ങോട്ട് ചോദിച്ചപ്പോ ബ്രഹ്മാവിന് ആകെ വിഷമായി. അപ്പൊ ഇങ്ങനെ പറയൂ, എത്ര തലയുള്ള 4 തലകളുള്ള ബ്രഹ്മാവാണ്, ഞാൻ വരുന്നത് സത്യലോകത്തു നിന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. അത്ര കാര്യങ്ങൾ പറഞ്ഞപ്പോ പറയും, ഏത് ബ്രഹ്മാണ്ടത്തിലാണ്, എത്ര ഏത് ബ്രഹ്മാണ്ടത്തിൽ, അങ്ങനെയല്ല, ഏത് ബ്രഹ്മാവ് എന്നല്ല, ഏത് ബ്രഹ്മാണ്ടത്തിൽ എന്നാ വരുന്നത്, അങ്ങനെ ചോദിക്കുക. അങ്ങനെ ചോദിച്ചപ്പോ അപ്പോഴാണ് ആർക്ക് മനസ്സിലാവണ്? ബ്രഹ്മാവിന് മനസ്സിലാവണു, ഞാൻ ഈ ബ്രഹ്മാണ്ടത്തിന്റെ തലപ്പത്തിരിക്കണ ആളാ. അപ്പൊ നമ്മൾ കണ്ടില്ലേ, നിങ്ങക്ക് ഓർമ്മ ഉണ്ടോ? ഏതാണ് അതിന്റെ മുന്നേ നമ്മൾ കാരണദേശായ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ നിങ്ങക്ക്? ആ കാരണദേശായ വിഷ്ണു ഒരേ ഒരു ബ്രഹ്മാണ്ടല്ലല്ലോ ഉണ്ടാക്കുന്നേ. ഒരു ബ്രഹ്മാണ്ടല്ല ഉണ്ടാക്കുന്നത്, ഒന്നിൽ കണ്ടോ, ഇവിടെ കുമിളകളായിട്ട് ഒരുപാട് കുമിളകളെ കണ്ടില്ലേ? എണ്ണമറ്റത്, നമുക്ക് പറയാൻ പറ്റില്ല അത്ര എണ്ണമറ്റ ബ്രഹ്മാണ്ടങ്ങള് ഭഗവാന്റെ ശരീരത്തിലെ രോമകൂപങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ ബ്രഹ്മാണ്ടത്തിലും ഓരോ ബ്രഹ്മാവുണ്ട്.
ഒരു ബ്രഹ്മാണ്ടത്തിൽ ചിലപ്പോ ഒരു തലയുള്ള ബ്രഹ്മാവും, ചില ബ്രഹ്മാണ്ടത്തിൽ 2 തലയുള്ള ബ്രഹ്മാവ്, ചിലതിൽ 3, ചിലതിൽ 4, ചിലതിൽ ലക്ഷക്കണക്കിന് തലകളുള്ള ബ്രഹ്മാവുകൾ ഉണ്ടാവും. അപ്പൊ ഓരോ ബ്രഹ്മാണ്ടത്തിനും അനുസരിച്ച് ഓരോ തരത്തിലുള്ള ബ്രഹ്മാവുകളാണ് ഉള്ളത്. പക്ഷേ ഈ നമ്മുടെ ബ്രഹ്മാണ്ടത്തിലെ ബ്രഹ്മാവ് വിചാരിച്ചുള്ള മൂപ്പരാണ് ആകെ ഉള്ള ഒരു ബ്രഹ്മാവ്. ഭഗവാനെ ബ്രഹ്മാവ് എന്ന് പറയുമ്പോഴേക്കും തന്നെ അറിയുണ്ടാവും, എന്നെ കുറിച്ച് എല്ലാം അറിയുണ്ടാവും എന്നാണ് മൂപ്പര് വിചാരിക്കുക. അപ്പൊ മാത്രല്ല, എന്നാ ശരി ഉള്ളിക്ക് കടന്നോളൂ, ഇന്ന ബ്രഹ്മാണ്ടം എന്നൊക്കെ പറഞ്ഞപ്പോ എന്നാ ശരി ഉള്ളിക്ക് കടന്നോളൂ എന്ന് പറയും ഭഗവാൻ. അങ്ങനെ ഉള്ളിക്ക് കടന്നു ചെന്നപ്പോ അതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഭഗവാൻ ശരിക്കും എല്ലാ ബ്രഹ്മാണ്ടത്തിലുള്ള ബ്രഹ്മാക്കളെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അങ്ങട്. അവിടെ ഇപ്പൊ നമ്മള് പറയില്ലേ, എന്താ പറയാ, ഒരു സ്കൂളിലാണെങ്കിൽ എല്ലാ ടീച്ചർമാരെയും വിളിച്ചിട്ടൊരു മീറ്റിംഗ്, അല്ലെങ്കിൽ HMമാരെ വിളിച്ചിട്ടൊരു മീറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എല്ലാ ബ്രഹ്മാണ്ടത്തിലുള്ള ബ്രഹ്മാവുകളെ വെച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് അന്ന് അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തുനിന്നും ബ്രഹ്മാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബ്രഹ്മാവ് അങ്ങോട്ട് ഉള്ളിൽ കടന്നപ്പോഴേ ബ്രഹ്മാവിന് ആകെ അതിശയദേവ, എന്നൊക്കെ അറിയും ഇപ്പൊ ഇതിന്റെ ഇടയിന്ന് ഭഗവാൻ എന്നുള്ളൊരു ചിന്ത വന്നു. ആ അഹങ്കാരം അങ്ങോട്ട് പാടെ ഇല്ലാണ്ടായി. മാത്രല്ല, എനിക്ക് ഇത്ര തലയുള്ളൂ, പക്ഷെ അപ്പുറത്തൊക്കെ നിൽക്കുന്ന ബ്രഹ്മാവിനൊക്കെ നോക്കിയേ, ഓരോരുത്തരും തല നോക്കിയേ, ഇഷ്ടം പോലെ തലയുള്ള അപ്പുറം ഇപ്പുറം ഒക്കെ നിൽക്കുന്നത്. അപ്പൊ ഞാനൊന്നും അല്ല എന്നുള്ളൊരു ഭാവം. മാത്രല്ല, ഭഗവാന്റെ സൃഷ്ടി എത്ര അപാരമാണ്, എത്ര വലുതാണ്, നമ്മുടെ കാൽക്കുലേഷൻ, നമ്മുടെ കണക്കുകൂട്ടലുകളുടെ ഒക്കെ എത്രയോ അപ്പുറമാണ് അത് എന്നുള്ളൊരു കാര്യം നമ്മുടെ ബ്രഹ്മാവിന് മനസ്സിലാവുകയും അദ്ദേഹത്തിന്റെ അഹങ്കാരം പാടെ അങ്ങോട്ട് നശിക്കുകയും ചെയ്യും. അത് തന്നെയായിരുന്നു ഭഗവാന്റെ ആഗ്രഹം. ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് തന്റെ ഭക്തന് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അതാണ് എന്ത്? അശുദ്ധി. നമുക്ക് ഒരിക്കലും അശുദ്ധി വരാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ ശുദ്ധ മനസ്സുള്ളവരായി ഇരിക്കണം എന്നാണ് ഭഗവാൻ ആഗ്രഹം. അതുകൊണ്ട് തന്റെ ഭക്തനായ ബ്രഹ്മാവിനെ താഴേക്ക് പോവാതിരിക്കാൻ ചെയ്തൊരു വിദ്യയാണ് ഇത്. മനസ്സിലായോ എല്ലാവർക്കും?